മലയാള കാവ്യസാഹിത്യ ലോകത്ത് ONV കുറുപ്പ് എന്ന പേര് പുതിയ തലമുറയിൽപ്പെട്ട നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത്ര പ്രശസ്തനാണ് ONV കുറുപ്പ് എന്ന കവി. കോളേജ് അധ്യാപകനായിരുന്നു, മലയാള വിഭാഗത്തിൽ അധ്യാപകനായിരുന്നു, ചലച്ചിത്ര ഗാനരചയിതാവായിരുന്നു, കവിയായിരുന്നു, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചിട്ടുള്ള പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു ONV. മികച്ച അധ്യാപകൻ, മികച്ച കവി, മികച്ച ഗാനരചയിതാവ് എന്നീ നിലകളിലൊക്കെ സാമൂഹ്യ പ്രവർത്തകൻ, പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികൻ, ഇങ്ങനെ ശ്രദ്ധേയനായ ONVയെ മലയാളിക്കൊരിക്കലും വിസ്മരിച്ച് കളയാനാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലഭിക്കാത്ത അവാർഡുകളില്ല. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, വയലാർ പുരസ്കാരം. വയലാർ അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യനായിരുന്നു. 47 വയസ്സിൽ വയലാർ രാമവർമ്മ മരിച്ചുപോയി. ആ വയലാർ രാമവർമ്മയുടെ പേരിലുള്ള പുരസ്കാരവും ONV കുറുപ്പിന് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടി, ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി, പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു. ഇങ്ങനെ രാജ്യം ആദരിക്കുന്ന ഒരു കവി. അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങളൊക്കെ വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ഒരുപാട് സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള കവിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവസാനത്തെ ശ്രദ്ധേയമായ സിനിമാ ഗാനങ്ങളൊന്ന് ആദി ഉഷ സന്ധ്യ പൂത്തത് ഇവിടെ എന്ന് തുടങ്ങുന്ന പാട്ട്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്ന് തുടങ്ങുന്ന പാട്ട്, അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ട് കുട്ടികൾ കേട്ടിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. അത് വളരെ മനോഹരമായ പാട്ടുകളാണ്. ONV കുറുപ്പും ദേവരാജൻ മാഷും ചേർന്ന് സൃഷ്ടിച്ച ഗാനപ്രപഞ്ചം വളരെ അത്യത്ഭുതങ്ങളായിട്ടുള്ള അനുഭൂതി തലങ്ങളാണ്. നാടകഗാനങ്ങൾ, KPSCയുടെ നാടകഗാനങ്ങളിലൊക്കെ ONVയുടെ കരസ്പർശം നമുക്ക് കാണാൻ പറ്റും. പ്രസിദ്ധങ്ങളായിട്ടുള്ള ഒട്ടേറെ നാടകഗാനങ്ങൾ പഴയ തലമുറ ആസ്വദിക്കുന്ന പോലെ പുതിയ തലമുറയും ആസ്വദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ നമുക്ക് അവിസ്മരണീയമായ അനുഭവം തരുന്ന കവിതകളാണ്. ഉപ്പ്, കറുത്ത പക്ഷിയുടെ പാട്ട്, ഭൂമിക്കൊരു ചരമഗീതം, കോതമ്പ് മണികൾ തുടങ്ങി ഒട്ടേറെ കവിതകൾ ശ്രദ്ധിക്കപ്പെട്ട കവിതകളായി ഇന്നും നമ്മുടെ സാഹിത്യ മേഖലയിൽ നിലനിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ കവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭൂമിയുടെ അധിവാസജീവികളായ ശക്തന്മാരായ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മൂലം മരണാസന്നയായിരിക്കുന്നു, മരിക്കാൻ പോവാണ് ഭൂമി. അവിടെ ആത്മശാന്തി നേരുകയാണ് കവി ഭൂമിക്ക്. എന്തിനാ? ഇനിയും മരിച്ചിട്ടില്ല, പക്ഷെ മരിക്കാൻ പോവുകയാണ്. രണ്ട് ആളുകൾക്കും, പിൽക്കാലത്ത് മരിക്കാനിടയുള്ള കവിക്കും അല്ലെങ്കിൽ മനുഷ്യനും മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്കും ഒരു മകൻ എന്നുള്ള നിലയിൽ, ഭൂമിയിലെ വാസിയായ മകൻ എന്നുള്ള നിലയിൽ കവി എന്തു ചെയ്യുന്നു? ആത്മശാന്തി നേരുന്നു. അതാണ് കവിതയുടെ പ്രമേയം. അപ്പോൾ ഭൂമി സ്നേഹം, പ്രകൃതി സ്നേഹം, സഹജീവികളോടുള്ള സ്നേഹം, ഇതൊക്കെ ഈ കവിതയുടെ പ്രതിപാദ്യ വിഷയമാണ്. ഈ കവിതയിൽ ഉത്തരം എഴുതുന്നത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. സഹജീവികളോടുള്ള സ്നേഹം, ഭൂമിയോടുള്ള സ്നേഹം, മനുഷ്യർക്ക് എത്ര കാലം ഭൂമിയിൽ ജീവിക്കപ്പെടാൻ കഴിയുമെന്നുള്ള ആശങ്ക, ഇതൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്ന കവിത നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നത്. നമുക്ക് കവിതയിലൂടെ സഞ്ചരിക്കാം. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ആസന്നമായി തീരാൻ പോകുന്ന മരണത്തിൽ നിനക്ക് ഞാൻ നേരത്തെ ആത്മശാന്തി നേരുകയാണ്, അല്ലയോ ഭൂമി. ഇതു നിൻ്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലെന്നേ കുറിച്ച ഗീതം. ഞാനിത് നമ്മൾ രണ്ടുപേരും മരിക്കുമ്പോൾ ചരമശുശ്രൂഷയ്ക്ക് പാടാനുണ്ടായില്ലെങ്കിലോ എന്ന് കരുതി മുൻകൂറായി കുറിച്ച് വച്ചിരിക്കുന്ന വരികളാണ്. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ. മരണത്തിൻ്റെ ആ ഭീകരത
ഒരു വിഷപുഷ്പമായി നിന്നെ കാർന്നു നിന്ന് നീ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത്, നീ മരവിച്ച് കിടക്കുന്ന ആ സമയത്ത് ഉയരറ്റ നിൻമുഖത്ത് അശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ. ഉയരറ്റ് ജീവൻ വേർപെട്ട് കിടക്കുന്ന നിൻ്റെ മുഖത്ത് കണ്ണുനീര് കൊണ്ട്, അശ്രുബിന്ദുക്കൾ കൊണ്ട് ബലിയിടാൻ. ഉദകക്രിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബലിയിടുക എന്നുള്ളത്. ബലിയിടാൻ ഇവിടെ അവശേഷിക്കയില്ല ആരുമീ ഞാനും, ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. മരണപ്പെട്ട് കിടക്കുന്ന അല്ലയോ ഭൂമിദേവി, അവിടുന്ന് മരണപ്പെടുമ്പോൾ അവിടുത്തെ ശിരസിൽ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഉദകക്രിയ ചെയ്യാൻ ഈ നാട്ടിൽ ആരും ഉണ്ടാവുകയില്ല, ഞാനും ഉണ്ടാവുകയില്ല എന്ന് വേദനയോടെ ഓർത്തുകൊണ്ട് ഞാൻ ഇപ്പോഴേ അത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിച്ച് തീർന്നിട്ടില്ലാത്ത അല്ലയോ ഭൂമി, നീ ആസന്നമായ വരാൻ പോകുന്ന മരണത്തിൽ നിനക്ക് ആത്മശാന്തി നേരുകയാണ്. പിന്നെ മനുഷ്യകുലത്തിൻ്റെ എങ്ങനെയാണ് ഗതിവിഗതികൾ വളർച്ച എന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ, എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തുപെറ്റു. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ. ഭൂമിയിലെ മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്. നിറങ്ങളിൽ, ജാതിയിൽ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, കുലങ്ങളിൽ ഒക്കെ അഭിപ്രായ ഭിന്നതകളുടെ ഒരു കൂടാണ് മനുഷ്യൻ. അത് അങ്ങനെ പ്രസവിച്ച അമ്മയാണ് നീ. പറയിപെറ്റ പന്തിരുകുലം ഉണ്ടായത് നിന്നിലൂടെ തന്നെയാണ്. അതുപോലെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തമ്മിലിടിക്കുന്ന മനുഷ്യരെയാണ് അല്ലയോ ഭൂമി അവിടുന്ന് ഈ സമൂഹത്തിനു വേണ്ടി സൃഷ്ടിച്ചത്. അത് ഓർമ്മിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് കവി പറയുന്നു. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും ഈ ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. പരസ്പരം തൻ്റെ മക്കൾ കൊന്നു തിന്നുന്നത് കണ്ടിട്ടും കണ്ണീരൊഴുക്കിക്കൊണ്ട് നീ നിശബ്ദയായി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമിർക്കവേ ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി. നിൻ്റെ മക്കൾ തമ്മിലിടിച്ചു, പരസ്പരം ഭുജിച്ചു, അവസാനം അമ്മയായ നിന്നെ തന്നെ കാർന്നു തിന്നുന്ന, നിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാകുന്നത് കണ്ടിട്ടും കണ്ണീരൊഴുക്കിക്കൊണ്ട് ഒരക്ഷരമുരിയാടാതെ അല്ലയോ അമ്മേ മാതൃത്വമേ നീ ഭൂമിദേവി കാത്തു നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഹരിത മൃദു കഞ്ചുകം മെല്ലത്തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർ കൊരുദാഹമുണ്ടായൊടുക്കത്തെ ദാഹം തിരുഹൃദയ രക്തം കുടിക്കാൻ. ഹരിത മൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു വളർന്നവർ തെഴുത്തവർ ഒരു മോഹമുണ്ടായി നിന്റെ തിരുഹൃദയ രക്തം കുടിക്കാൻ. ഇഷ്ടവധുവാം നിന്നെ സൂര്യനണീച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി നിന്നഗ്നമേനയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നുതിരും ഉതിരമവർ മോന്തി. നിന്റെ നാഥനായ ഭർത്താവായ മാനവരാശിയുടെ പിതാവായ സൂര്യൻ അണിയിച്ച ചിത്രപട കഞ്ചുകം, പ്രകൃതി വിഭവങ്ങളെയാണ് ഇവിടെ ചിത്രപട കഞ്ചുകമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രകൃതി സസ്യജാലങ്ങൾ, ഇവിടുത്തെ വൈവിധ്യങ്ങളായിട്ടുള്ള ആവാസ വ്യവസ്ഥകളൊക്കെ തന്ന സൂര്യദേവൻ,
അവരുടെ ഭർത്താവായി ഇരുന്നിരിക്കാം. ആ സ്ത്രീയുടെ പ്രിയപ്പെട്ടവനായ അദ്ദേഹം കൊടുത്ത ആ ചിത്രപട കഞ്ചുകം പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥകളെ ഇല്ലായ്മ ചെയ്യുന്ന മനുഷ്യൻ്റെ ദുരമൂത്ത ആർത്തിയെ കവി ഈ വരികളിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുക, മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, ജലാശയങ്ങൾ മണ്ണിട്ട് മൂടുക, അവിടെയൊക്കെ രമ്യഹർമ്മ്യങ്ങൾ പണികഴിപ്പിക്കുക, ജലസ്രോതസ്സുകൾ അടച്ചു കളയുക, പ്രകൃതി സ്വാര്യമായി എന്താണോ കൃത്യതയോടുകൂടി ചെയ്തു വച്ചിരിക്കുന്നത് അതെല്ലാം ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് മനുഷ്യൻ്റെ പ്രവൃത്തി. എന്നിട്ട് എന്തു ചെയ്യുന്നു? നിന്നഗ്നമേനിയിൽ നഖം താഴ്ത്തി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. മുറിവുകൾ നിന്നുതിരുമുതിരമവർ മോന്തി. അങ്ങനെ ഭൂമി ആസന്ന മരണയായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി മരിക്കാൻ പോകുന്നു. ഭൂമി എന്ന് പറയുന്ന പ്രകൃതിയുടെ ശക്തി ഇല്ലാതാവാൻ പോകുന്നു. ആടിത്തിമിർക്കും തിമിർപ്പുകളിലങ്ങെങ്ങും ആർത്തലയ്ക്കുന്നു മൃതിതാളം. മനുഷ്യന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അവൻ്റെ കുലത്തിന് തന്നെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയാണ്. വിഷവാതകങ്ങൾ, മാറാരോഗങ്ങൾ, കൃത്രിമമായ പ്രവർത്തനങ്ങൾ മൂലം ആവാസവ്യവസ്ഥയുടെ യാഥാർത്ഥ്യമായ സുഖവും സൗന്ദര്യവും സൗഖ്യവും ഇല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നിട്ട് ആ വിഷപ്പുകകളിലെങ്ങും ആർത്തലയ്ക്കുന്നു മൃതിതാളം. വ്യവസായശാലകളിൽ നിന്ന് ഉയരുന്ന വിഷപ്പുകകൾ, മലിനമാക്കപ്പെടുന്ന തോടുകൾ, ജലാശയങ്ങൾ, പ്രകൃതിയുടെ സമ്പത്തിനെ അനധികൃതമായി ചൂഷണം ചെയ്ത് വരുത്തി വയ്ക്കുന്ന സൂര്യതാപം, ഇതൊക്കെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് സംജാതമാകുന്നു എന്ന് കവി ആരോപിക്കുന്നു. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണൻ്റെ കഥ എത്ര പഴകി. യവന ഇതിഹാസത്തിൽ ഈഡിപ്പസ് രാജാവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം അറിയാതെ തൻ്റെ മാതാവിന് വിവാഹം കഴിച്ച ഒരാളാണ്. യവന ഇതിഹാസത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീഷണവും ഭീകരവുമായ ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സ്വന്തം മാതാവിനെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഭൂമിയിലെ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കവി ആരോപിക്കുന്നു. പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ വസ്ത്രമുരിയുന്നു. സ്വന്തം മാതാവിൻ്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഭൂമിദേവിയുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അമ്മയുടെ നൈസർഗികമായ ജീവിതശൈലി ഇല്ലാതാക്കുവാൻ, പ്രകൃതിയുടെ ശരിയായ താളത്തെ ഇല്ലാതാക്കുവാൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിപണികളിൽ അവ വിറ്റുമോന്തുന്നു വിടനഗര മിഴിമുനകൾ കേളി തുടരുന്നു. കത്തുന്ന സൂര്യൻ്റെ കണ്ണുകളിൽ നിന്നഗ്നി വർഷിച്ചു രോഷമുണരുന്നു. ആടിമുകിൽമാല കുടിതീരു നെളിയുന്നു, ആതിരകൾ കുളിരു തിരയുന്നു. ആവണികൾ ഒരു കുഞ്ഞു പൂവു തിരയുന്നു, ആറുകൾ ഒഴുക്കു തിരയുന്നു. സർഗലയതാളങ്ങൾ തെറ്റുന്നു, ജീവരഥചക്രങ്ങൾ ചാലിലുറയുന്നു. ബോധമാം നിറനിലാവൊരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കോളം നിന്നിൽ നിന്നുരുവായി, നിന്നിൽ നിന്നുയരാർന്നൊരെന്നിൽ നിന്നോർമ്മകൾ മാത്രം. കവി സാഹചര്യങ്ങളെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. എന്തൊക്കെയാണ്? ആടിമുകിൽമാല, അമ്മയുടെ വസ്ത്രം ഉരിഞ്ഞ് അത് വിറ്റ് പണമുണ്ടാക്കുന്ന മക്കൾ. ഇത് കണ്ടിട്ട് സൂര്യൻ്റെ കത്തുന്ന കോപം, അമ്മയുടെ വസ്ത്രമെന്ന് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത് പ്രകൃതിയുടെ വസ്ത്രമായ പുൽമൈതാനങ്ങളെയാണ്, മനോഹരമായ മലരണിക്കാടുകളെയാണ്. ഇവയെല്ലാം വെട്ടി നശിപ്പിച്ച് മൊട്ടക്കുന്നുകളാക്കി രമ്യഹർമ്മ്യങ്ങൾ പണികടിപ്പിച്ച് അതിനുള്ളിൽ ചൂട് പിടിച്ച് AC എന്ന് പറയുന്ന അത്യത്ഭുതമായ സാധനം വച്ചുകൊണ്ട് മൃതപ്രായരായി പ്രകൃതിയെ കൊല ചെയ്ത മനുഷ്യർ അറിവില്ലായ്മ കൊണ്ട് ജീവിക്കുന്നതായിട്ട് കവി ആരോപിക്കുന്നു. അതുകണ്ട് സൂര്യൻ്റെ കോപം ആണത്രേ ഭൂമിയിലേക്ക് തീക്ഷ്ണമായി പതിക്കുന്ന സൂര്യരശ്മികൾ. കാട് വെട്ടിമാറ്റിയാൽ സൂര്യരശ്മികൾ പതിക്കുമല്ലോ. പക്ഷേ കവി പറയുന്നത് അത് അച്ഛൻ്റായ സൂര്യദേവൻ്റെ കോപമാണത്രേ.
അപ്പോൾ എന്താ സംഭവം? അതുകൊണ്ട് സംഭവിച്ച ചെറിയ കാര്യമൊന്നുമല്ല. എന്താ? ആടിമുകിൽ മാല കൂടി നീരുതിരയുന്നു. മേഘങ്ങളിൽ ജലമില്ലാതെയായി എന്ന് പറഞ്ഞാൽ മഴ പെയ്യാതെയായി. ആവണികൾ ആടിമുകിൽ മാല കുളിർ നീരുതിരയുന്നു, ആതിരകൾ കുളിരു തിരയുന്നു. മഞ്ഞുമാസങ്ങൾക്ക് തണുപ്പേ ഇല്ലാതായി. മരങ്ങളില്ല, പ്രകൃതി ഇല്ലാത്തത് കൊണ്ട്, പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥ കൊണ്ട് തണുപ്പുണ്ടാകുന്നില്ല. പിന്നെന്താ? ആതിരകൾ കുളിരു തിരയുന്നു. പിന്നെന്തു പറ്റി? ആവണികൾ ഒരു കുഞ്ഞു പൂ തിരയുന്നു. പൂക്കാലങ്ങൾ വരുന്നു, പക്ഷേ പൂക്കളുണ്ടാവുന്നേയില്ല. പ്രകൃതിയിൽ ജലമില്ല, സമൃദ്ധിയില്ല. മനുഷ്യൻ്റെ അത്യധികാരവും ആർത്തിയും മൂലം, പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുക മൂലം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിയതിനാൽ ഓണക്കാലത്ത് പോലും ഒരു പൂ കാണാനില്ലാത്ത അത്ര ദയനീയമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ടെന്ത് പറ്റുന്നു? ആറുകൾ ഒഴുക്കു തിരയുന്നു, ജലാശയങ്ങളിൽ വെള്ളമില്ല. പിന്നെന്തു പറ്റി? സർഗലയ താളങ്ങൾ തെറ്റുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. അങ്ങനെ സർഗ പ്രതിഭകളുടെ ആ യാത്ര ഇല്ലാതായി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ജീവിതത്തിൻ്റെ ചക്രം, മനുഷ്യജീവിതത്തിൻ്റെ ചക്രം വഴിയിലെ ചെളിയിൽ പുതഞ്ഞ മട്ടിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഫലമൂലാദികൾ കിട്ടാനില്ല, പച്ചക്കറികളില്ല, പല ജീവിതാവശ്യങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സസ്യസമ്പത്തുകളുടെ ശേഖരങ്ങളില്ല. അവ തരുന്ന ധനധാന്യാദികളില്ല. എല്ലാം നഷ്ടപ്പെട്ട് പ്രകൃതി മനുഷ്യനോട് പക വീട്ടി തുടങ്ങുന്നു, മനുഷ്യൻ്റെ ദുഷ്പ്രവൃത്തിയോടുള്ള ദേഷ്യം മൂലം. എന്നിട്ടെന്ത് പറ്റി? സർഗലയതാളങ്ങൾ നിത്യജീവിതം എല്ലാം തെറ്റിപ്പോകുന്നു. എന്താ പറ്റുന്നത് പിന്നെ? ബോധമാം നിറനിലാവൊരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം, നിന്നിൽ നിന്നുരുവായി നിന്നിൽ നിന്നുയിരാർന്നൊരെന്നിൽ നിന്നോർമ്മകൾ മാത്രം. അമ്മേ, അവിടുത്തെ ചേതനയിൽ നിന്ന് ജനിച്ചവനാണ് മകനായ ഞാൻ. അമ്മേ, ഭൂമി, പ്രകൃതി, അവിടുത്തെ വളർച്ചയും അവിടുത്തെ ഈ ദൈന്യതയും ഒരിക്കലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നിന്നെ മാത്രം ധ്യാനിച്ചുകൊണ്ട്, പ്രകൃതിയോട് മാത്രം സ്നേഹിച്ചുകൊണ്ട് ഇവിടെ നിലകൊള്ളുകയാണ്. ഈ എൻ്റെ രസനയിൽ വയമ്പും നറുന്തേനുമായി വന്നൊരാദ്യാനുഭൂതി. എൻ്റെ രസനയിൽ, എൻ്റെ നാക്കിൽ നീയാണ് ആദ്യമായിട്ട് തേനും വയമ്പുമായിട്ട് വന്നത്. പണ്ടത്തെ പാട്ട് കേട്ടില്ല? തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി. അപ്പോൾ പ്രകൃതിയാണ് എനിക്ക് ആദ്യമായി ചലിച്ച എൻ്റെ നാവിൽ തേനും വയമ്പും തേച്ച് തന്നത്. നിന്നിൽ കുരുക്കുന്ന കറുകയുടെ നെറുകയിലെ മഞ്ഞുനീർത്തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ടതുകൊണ്ടുദിച്ചിതൻ കരളിലൊരു വിസ്മയ വിഭാതം. ഞാനെന്ന കവിയെപ്പറ്റി ഞാനിടയ്ക്ക് ഓർത്തു പോകുന്നു. അല്ലയോ അമ്മേ, മാതാവേ, ഭൂമിദേവി, അവിടുത്തെ നിന്നിൽ കുരുക്കുന്ന കറുകയിൽ നെറുകയിലെ മഞ്ഞുനീർത്തുള്ളിയിൽ പോലും, നിന്നിൽ കുരുക്കുന്ന മഞ്ഞുനീർത്തുള്ളിയിൽ പോലും എന്തുണ്ട്? ഒരു കുഞ്ഞു സൂര്യനുണ്ട്. ആ കുഞ്ഞു സൂര്യനെ കണ്ടാണ് എൻ്റെ കരളിലൊരു വിസ്മയ വിഭാതം ഉണ്ടായത്. എനിക്ക് അത്ഭുതം ഉണ്ടായത്. ഞാനിങ്ങനെ ആ സൂര്യനെ കണ്ട് ഒരു പുതിയ വെളിച്ചമുണ്ടാകുന്നത് കണ്ട് ആണ് പതുക്കെ എഴുത്ത് തുടങ്ങിയത്. അല്ലെങ്കിൽ ഭാവനാപരത എന്നിലേക്ക് പടർന്നതല്ലയോ അമ്മേ, അവിടുത്തെ ഈ പ്രകൃതിയുടെ ശക്തി കണ്ടുകൊണ്ട് തന്നെയാണ്. എന്താണ്? നിന്റെ തരുനിരകളുടെ തണലുകളിൽ മേഞ്ഞുപോയെന്നുമെൻ കാമമാം ധേനു. ധേനു പശുവാണ്, കാമം ആഗ്രഹം. അമ്മേ, അവിടുത്തെ പ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെ താഴ്വാരങ്ങളിലാണ് കവിയായ എൻ്റെ പശു മേഞ്ഞു നടന്നത്. ഞാനാകുന്ന കാമധേനു, ആഗ്രഹമാകുന്ന പശു മേഞ്ഞു നടന്നത് ഈ തീരങ്ങളിലാണ്. അങ്ങനെയാണ് എനിക്ക് കവിതകൾ എഴുതാൻ കഴിഞ്ഞത്. നിന്റെ കടലിന്മീതെ ഏതോ പ്രവാചകർ വന്നപോൽ കാറ്റുകൾ നടന്നു. നിന്റെ കടലിൻ മീതെ ഏതോ പ്രവാചകർ വന്നതുപോലെ ആ ഗാനധാരയിൽ ലയിച്ച്
കാറ്റുകൾ നടന്നത് ഞാൻ ഓർക്കുന്നു അമ്മേ. അല്ലയോ ഭൂമി മാതാവേ, ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും, 1000 കാവുകൾ ഊഞ്ഞാലിടുന്നതും, ആലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും പ്രകൃതിയാണ്. 1000 ഉണ്ണിക്കനികൾക്ക് താരാട്ടുമായി ഒരു കാറ്റുപോലെ വരുന്നത് അല്ലയോ അമ്മേ ഭൂമിദേവി, അവിടുത്തെ ശക്തിയായ, പ്രകൃതിയുടെ ശക്തിയായ ഏതോ വിസ്മയമാണ്. പിന്നെന്താ, 1000 കാവുകളിൽ ഊഞ്ഞാലിടുന്നതും, ആലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും. 1000 കാവുകളിൽ ഊഞ്ഞാലിടുന്നത്, കാറ്റ് വന്ന് വള്ളിക്കുടിലുകളിലൂടെ കിന്നാരം പറഞ്ഞ് സഞ്ചരിച്ചു പോകുന്നതെല്ലാം പ്രകൃതിയുടെ വിസ്മയമായിട്ടേ എനിക്ക് കാണാൻ കഴിയൂ. ആലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും, അഞ്ചിതൾ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും. ആലിലത്തുമ്പത്ത് ഇളകുന്ന കാറ്റിനൊപ്പം വിസ്മയം തീർക്കുന്ന അല്ലയോ പ്രകൃതി, 5 പൂക്കളായി കയ്യാട്ടി നിൽക്കുന്നതും നീ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അമ്പലപ്രാവായി നീ കുറുകുന്നതും, 1000 പുഴകളുടെയോളങ്ങളായ എൻ്റെ ആത്മഹർഷങ്ങൾക്കു താളം പിടിപ്പതും. ആത്മഹർഷം എന്താ? ആത്മാവിൻ്റെ സന്തോഷം. ആത്മഹർഷങ്ങൾക്ക് താളം പിടിക്കുന്നുണ്ട് നീ. എങ്ങനെയാ? 1000 സ്വപ്നങ്ങളിലൂടെ പറന്നാണ് എൻ്റെ എന്ത് ചെയ്യുന്നത്, എൻ്റെ സ്വപ്നങ്ങളെ ഇങ്ങനെ തീ പിടിപ്പിക്കുന്നത് നീ, ആത്മഹർഷങ്ങളാകുന്നത്. പൂവാകയായി പൂത്തിലഞ്ഞിയായി കൊന്നയായി പുത്തനാം വർണ്ണക്കുടകൾ മാറുന്നതും, കൂമൻ്റെ മൂളലായി പേടിപ്പെടുത്തി നീ കുയിലിൻ്റെ കൂവലായി പേടി മാറ്റുന്നതും. പ്രകൃതിയിൽ ഏതെല്ലാം ഭാവങ്ങളിലാണ് നിന്നെ ഞാൻ കാണുന്നത് എന്ന് കവി ഓർക്കുകയാണ്. പൂവാകയായിട്ട്, പൂത്തിലഞ്ഞിയായിട്ട്, കൂമൻ്റെ മൂളലായിട്ട്, കുയിലിൻ്റെ കൂകലായിട്ടൊക്കെ നീ എൻ്റെ സവിധത്തിലുണ്ട് അല്ലയോ ഭൂമി മാതാവേ. അന്തരംഗങ്ങളിൽ കളമെഴുതുവാൻ 100 വർണ്ണങ്ങൾ ചെപ്പിയിലൊളിച്ചു വയ്ക്കുന്നതും. എന്നെപ്പോലുള്ള കവികൾക്ക് അന്തരംഗങ്ങളിൽ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ എഴുതി വയ്ക്കാൻ വരികളൊരുക്കുന്നത്, സായന്തനങ്ങളെ സ്വർണമാക്കുന്നത്, എല്ലാ വൈകുന്നേരങ്ങളെയും സ്വർണ്ണപ്രഭയുള്ളതാക്കി തീർക്കുന്നത്, സന്ധ്യയെ എടുത്തു നീ കാട്ടിൽ മറയുന്നതും. ഈ സന്ധ്യ എടുത്തുകൊണ്ട് കാട്ടിൽ മറഞ്ഞിട്ട് രാത്രിക്ക് വരവിനുള്ള അവസരമുണ്ടാക്കുന്നു അല്ലയോ പ്രകൃതിയാകുന്ന ഭൂമിദേവിയാകുന്ന അമ്മേ. അവിടുന്ന് തന്നെയാണ് ഈ അത്യത്ഭുതമായ പ്രവൃത്തികളുടെ എല്ലാം ഏകസ്ഥാനമെന്ന് ഞാൻ അറിയുന്നു. പിന്നെയൊരുഷസ്സിനെ തോളിലേറ്റുന്നതും, പിന്നെ ഒരു പ്രഭാതത്തെ കൈപിടിച്ചു കൊണ്ടുവരുന്നതും അല്ലയോ ഭൂമിദേവി അമ്മയാണ്. എന്നെയും ഉണർത്തുവാൻ, എന്നെ അമൃതൂട്ടുവാൻ. ഞാൻ തലേ ദിവസം ഉറക്കത്തിൽ ഉണർന്ന് വരുന്നത് വരെ എന്നെ ഉറക്കുപാട്ട് ആയി ഉറക്കിയവൾ, ഉണർത്തുപാട്ടായി ഉണർത്തുന്നവളും അല്ലയോ ഭൂമി മാതാവേ അവിടുന്ന് തന്നെയാണ്. കദളീവന ഹൃദയ നീടത്തിലൊരു കിളിമുട്ടയടവച്ചു കവിതയായി നീ വിരിപ്പതും, ജലഗണിക പോലവേ തരളമെൻ വാഴ്വിനൊരു നളിനദലമായി നീ താങ്ങായി നിൽപ്പതും. ഒരു ജലകണിക പോലെ എവിടെയുള്ള നളിനദലത്തിന് മുകളിൽ അല്ലെങ്കിൽ താമര ഇതളിന് മുകളിൽ ഒരു വെള്ളത്തുള്ളി പോലെ എപ്പോഴും അസ്തമിച്ച് പോകാവുന്ന എനിക്ക്, എപ്പോഴും നഷ്ടപ്പെട്ടു പോകാവുന്ന എനിക്ക് ഒരു താങ്ങും തണലും ശക്തിയും പ്രഭവുമായി നിൽക്കുന്നത് നീയാണ്. കദളീവന നീടത്തിൽ, കദളീവനങ്ങളുടെ കദളീവനത്തിനുള്ളിലൊരു കൂട്ടിലൊരു കിളിമുട്ട വെച്ച് അടവെച്ച് എന്നിലെ കവിതയായിട്ട് നീ വിരിയിക്കുന്നതുമല്ലയോ പ്രിയപ്പെട്ടവളെ ഭൂമി മാതാവേ അവിടുന്ന് തന്നെയാണ്. അമൃതമീ നിൻ സ്മൃതികൾ മാത്രം, ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ. അമൃതമീ നിൻ സ്മൃതികൾ മാത്രം,
അരിയ നിൻ ചിറകിൻ്റെ ഒരു തൂവലിൻ തുമ്പിലൊരു മാത്രയെങ്കിലൊരു മാത്രയൻ വാഴ്വെന്ന മധുരമാം സത്യം ജ്വലിപ്പൂ. അമൃതകരമായ നിൻ്റെ ഈ ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ, നിൻ്റെ ഈ ഒരു തൂവലിൻ്റെ തുമ്പിൽ കുറച്ച് കാലം മാത്രം ജീവിക്കുന്ന ഒരു സാധുവാണ് ഞാനെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതു കെട്ടുപോകട്ടെ നീയാകും അമൃതവും മൃതിയുടെ ബലിക്കാക്ക കൊത്തി മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിൻ്റെ മാറാപ്പുമായി സന്താനപാപത്തിൻ്റെ വിഴുപ്പുമായി പാതിയുമൊഴിഞ്ഞൊരു മനസ്സിൽ അതിതീവ്രമാം വേദനകൾ തൻ ജ്വാല മാത്രമായി പോകുമിപ്പോക്കിൽ സിരകളിലൂടെ അരിച്ചേറുകയിൽ ഈ കരാള മൃത്യു. നിന്നെ മുണ്ടിത ശിരസ്കയായിട്ട് നിൻ്റെ മക്കളെല്ലാവരും ചേർന്ന് നിൻ്റെ തല മൊട്ടയടിച്ചു, ഭ്രഷ്ടയാക്കി, നിന്നെ നിരാലംബയാക്കി, ആരോരുമില്ലാത്തവളാക്കി തെരുവിലേക്ക് തള്ളിവിടുമ്പോൾ മാനഭംഗത്തിൻ്റെ മാറാപ്പുമായി സന്താനപാപത്തിൻ്റെ വീഴ്പ്പുമായിട്ട് മക്കളുടെ പ്രവൃത്തിദോഷം ഉണ്ടാകുന്ന സങ്കടങ്ങളുടെ, ഭൂമിയിലെ മനുഷ്യരുടെ പ്രവൃത്തിദോഷം ഉണ്ടാകുന്ന പ്രവൃത്തികളാകുന്ന സന്താനപാപത്തിൻ്റെ വീഴ്പ്പുമായിട്ട് പോകുന്ന നിൻ്റെ പാതിയുമടഞ്ഞൊരു മനസ്സിൻ്റെ തീവ്രമാം വേദനയുടെ ജ്വാലയിൽ പോകും ഈ പോക്കിൽ എന്തായാലും നിനക്ക് മരണം സംഭവിക്കും. മരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലയോ ഭൂമി മാതാവേ, അവിടുന്ന് മരണപ്പെടാൻ ഇനി അധിക സമയം ഉണ്ടാകുന്നില്ല. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ ഇതു നിന്റെ മൃതിശാന്തി ഗീതം, ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഉയരറ്റ നിൻമുഖത്ത് അശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ഞാനാകയാൽ ഇതുമാത്രമിവിടെ എഴുതുന്നു, ഇതുമാത്രമിവിടെ എഴുതുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ONVയുടെ കവിതയിൽ പ്രകൃതി സ്നേഹിയായ കവിയെയും മാനവസ്നേഹിയായ കവിതയും ഒരേ സ്വരൂപത്തിൽ ദർശിക്കുകയാണ് ഉത്തരം എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഏക ആശയം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സും നിങ്ങൾക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു.